Hello friends, welcome to online botany classes. Plus 2 botany second chapter ആയ sexual reproduction in flowering plants ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റി പഠിക്കാം. ഗൈനീഷ്യം റെപ്രസെൻറ്റ്സ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഇതിൽ ഫസ്റ്റ് പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം ആൻഡ് എംബ്രിയോ സാക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം അത് ഗൈനീഷ്യമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ്രീഷ്യം ആയിരുന്നു, ഫീമെയിൽ ഗൈനീഷ്യം. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പിസ്റ്റിൽ ഓർ മേ ഹാവ് മോർ ദാൻ വൺ പിസ്റ്റിൽ. ഇത് ഗൈനീഷ്യത്തിൻ്റെ ഓരോ യൂണിറ്റ്സിനെയും പിസ്റ്റിൽ എന്നാണ് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ പിസ്റ്റിൽ, ഒരു ഗൈനീഷ്യം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചിലപ്പോൾ ഒരു പിസ്റ്റിൽ ഉണ്ടാവാം. അങ്ങനെ ഒരു പിസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ് മോണോകാർപ്പലറി. ആൻഡ് മോർ ദാൻ വൺ പിസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മൾട്ടി കാർപ്പലറി എന്ന് പറയും. മോണോകാർപ്പലറി ആൻഡ് മൾട്ടി കാർപ്പലറി. ഫ്യൂസ്ഡ് പിസ്റ്റിൽസ് ഓർ ഫ്രീ പിസ്റ്റിൽസ് മേ ബി പ്രസൻറ്റ്. ചിലപ്പോൾ ഈ പിസ്റ്റിൽസ് എങ്ങനെയായിരിക്കും, സിംഗിൾ പിസ്റ്റിലിൻ്റെ കാര്യത്തിലല്ല. സിംഗിൾ പിസ്റ്റിൽ മോണോകാർപ്പലറി ആണ്. ഇനി മോർ ദാൻ വൺ പിസ്റ്റിലുള്ള മൾട്ടി കാർപ്പലറി കണ്ടീഷനിൽ ഈ ഉള്ള പിസ്റ്റിൽസ് എങ്ങനെ ചിലപ്പോൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫ്യൂസ് ചെയ്തിട്ടുള്ള പിസ്റ്റിൽസിനെ പറയുന്ന കണ്ടീഷൻ്റെ പറയുന്ന പേരാണ് സിൻകാർപ്പസ് കണ്ടീഷൻ. ഇനി ഈ പിസ്റ്റിൽസ് ഫ്രീ ആയിട്ടാണ്, അതായത് യുണൈറ്റ് ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ അപ്പോകാർപ്പസ് എന്ന് പറയുന്നു. സോ സിൻകാർപ്പസ് ആൻഡ് അപ്പോകാർപ്പസ്. ഈച്ച് പിസ്റ്റിൽസ് ഹാസ് 3 പാർട്സ്, ദ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓരോ പിസ്റ്റിലിനും 3 പാർട്സ് ഉണ്ട്, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. The stigma serves as a landing platform for pollen grains. Stigma എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസിനെ സ്വീകരിക്കാനായിട്ട്, പോളൻ ഗ്രെയിൻസിനെ സ്വീകരിക്കാൻ ഒരു ലാൻഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് സ്റ്റിഗ്മ ആക്ട് ചെയ്യും. The style is the elongated slender part beneath the stigma. സ്റ്റിഗ്മയുടെ താഴോട്ട് കാണുന്ന ട്യൂബ് പോർഷനാണ് എന്ത്? സ്റ്റൈൽ. ഇതാണ് ഒരു ഫ്ലവറിൻ്റെ ഗൈനീഷ്യത്തിൻ്റെ പാർട്സ്. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ ക്ലിയർ ആണ്. സ്റ്റിഗ്മ, ഏറ്റവും മുകളിലത്തെ പോർഷൻ സ്റ്റിഗ്മ, ദെൻ ദ ഇലോങ്ങേറ്റഡ് ട്യൂബ് ഈസ് കോൾഡ് സ്റ്റൈൽ. സ്റ്റൈലിന് താഴെയായിട്ട് കാണപ്പെടുന്ന പോർഷനാണ് ഓവർ. ദ ബേസൽ ബൾജ്ഡ് പാർട്ട് ഓഫ് ദ പിസ്റ്റിൽ ഈസ് ദ ഓവറി. ഈ പിക്ചറിൽ കാണും പോലെ ഏറ്റവും ബേസിൽ കാണുന്ന ബൾജ് ചെയ്തേക്കുന്ന പോർഷനെയാണ് ഓവറി എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ ഓവറി ഈസ് ദ ഒവേറിയൻ ക്യാവിറ്റി, ലോക്യൂൾ. ഈ ഓവറിക്കകത്ത് ഒരു ഒവേറിയൻ ക്യാവിറ്റി പ്രസൻ്റ് ആണ്, അതിനെ ലോക്യൂൾ എന്ന് പറയുന്നു. ദി പ്ലാസെൻറ്റ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഒവേറിയൻ ക്യാവിറ്റി. ഈ ഒവേറിയൻ ക്യാവിറ്റിക്കകത്താണ് എന്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്? പ്ലാസെൻറ്റ. മെഗാസ്പൊറാഞ്ചിയ ആർ എറൈസിങ് ഫ്രം ദ പ്ലാസെൻറ്റ. ഈ പ്ലാസെൻറ്റയിൽ നിന്നാണ് എന്ത് എറൈസ് ചെയ്യുന്നത്? മെഗാസ്പൊറാഞ്ചിയ. മെഗാസ്പൊറാഞ്ചിയ മീൻസ് ഒവ്യൂൾസ്, ഓവറിക്കകത്തുള്ള ഒവ്യൂൾസ്. The number of ovules in an ovary may be 1 to many. Ovules ഒരു ഓവറിക്കകത്ത് ഒന്നോ അതിൽ കൂടുതലോ ഒവ്യൂൾസ് പ്രസൻ്റ് ആയിരിക്കും. ഇതാണ് സിൻകാർപ്പസ് ഓവറിക്കും അപ്പോകാർപ്പസ് ഓവറിക്കുമുള്ള എക്സാമ്പിൾസ്. സിൻകാർപ്പസിന് ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് പെപ്പാവർ ആണ്. പെപ്പാവറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ സ്റ്റിഗ്മയെല്ലാം ഒരുമിച്ച് ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഓരോ പിസ്റ്റിലും. എല്ലാ പിസ്റ്റിലും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് സ്റ്റിഗ്മയൊക്കെ ഇവിടെ ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു ഒറ്റ കണ്ടീഷനായിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ സിൻകാർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഓരോ പിസ്റ്റിലും വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഫ്രീ കാർപ്പൽസ് പ്രസൻറ്റ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് അപ്പോകാർപ്പസ് ഓഫ് മൈക്കീലിയ ആണ്. സിൻകാർപ്പസ് ഓഫ് പെപ്പാവർ ആൻഡ് അപ്പോകാർപ്പസ് ഓഫ് മൈക്കീലിയ. ഓക്കെ, then the megasporangium. The ovule is a small structure attached to the placenta by means of stalk called funicle. ഇനി മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. മെഗാസ്പൊറാഞ്ചിയം മീൻസ് നമ്മുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ദി ഒവ്യൂൾ ഈസ് എ സ്മോൾ സ്ട്രക്ചർ അറ്റാച്ച്ഡ് ടു ദ പ്ലാസെൻറ്റ ബൈ മീൻസ് ഓഫ് സ്റ്റോക്ക് കോൾഡ് ഫ്യൂണിക്കിൾ. ഈ പ്ലാസെൻറ്റയിൽ, അതായത് ഓവറിയിൽ ഒവ്യൂള് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ സ്റ്റോക്ക് വഴിയാണ്. അതിൻ്റെ പേരാണ് ഫ്യൂണിക്കിൾ.
The body of the ovules fuses with the funicle in the region called hilum. ഇനി ഒവ്യൂളിൻ്റെ ബോഡി ഈ ഫ്യൂണിക്കിളുമായി ഫ്യൂസ് ചെയ്തേക്കുന്ന പോർഷനെയാണ് ഹൈലം എന്ന് പറയുന്നത്. ഹൈലം. One or two protective envelopes are present called integuments. ഇനി ഓവറിയുടെ ഈ ഒവ്യൂളിൻ്റെ ഓരോ പാർട്സ് ആണ് ഈ പറയുന്നത്. ഇതിൽ ആദ്യം ഒരു സ്റ്റോക്ക് ഉണ്ട്, അത് ഫ്യൂണിക്കിൾ. ഈ ഫ്യൂണിക്കിൾ ആണ് പ്ലാസൻ്റയുമായി ഒവ്യൂളിനെ അറ്റാച്ച്ഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ ബോഡി ഓഫ് ദ ഒവ്യൂൾ ഫ്യൂസസ് വിത്ത് ഫ്യൂണിക്കിൾ ഇൻ ദ റീജിയൻ കോൾഡ് ഹൈലം. ഇനി ഇതിന് ഒരു 1 or 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഇൻറ്റഗുമെൻറ്റ്സ്. 2 ഇൻറ്റഗുമെൻറ്റ്സ് പ്രസൻ്റ് ആണ്, ഔട്ടർ ഇൻറ്റഗുമെൻറ്റ് ആൻഡ് ആൻ ഇന്നർ ഇൻറ്റഗുമെൻറ്റ്. ദി ഇൻറ്റഗുമെൻറ്റ്സ് ലീവ്സ് എ സ്മോൾ ഓപ്പണിംഗ് കോൾഡ് മൈക്രോപൈൽ. ഈ 2 ഇൻറ്റഗുമെൻറ്റ്സും ഒരു പോർഷനിൽ ഒരു ഓപ്പണിങ് ഇട്ടേക്കും, അതായത് രണ്ടും കൂടെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യാതിരിക്കും. അതിനെ ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ. ദി 2 ഇൻറ്റഗുമെൻറ്റ്സ് ജോയിൻഡ് അറ്റ് ദ ബേസൽ പാർട്ട് ഓഫ് ദ ഒവ്യൂൾ കോൾഡ് ചലാസ. ഇനി മൈക്രോപൈലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഫ്യൂസ് ചെയ്തേക്കുന്ന ഈ 2 ഇൻറ്റഗുമെൻറ്റ്സും ഫ്യൂസ് ചെയ്തേക്കുന്ന പോർഷനെയാണ് ചലാസ എന്ന് പറയുന്നത്. ഒരു ഒവ്യൂളിൻ്റെ ബേസൽ പാർട്ടാണ് ചലാസ. ദെൻ ദ ഒവ്യൂൾ ഹാസ് എ സെൻട്രൽ മാസ് ഓഫ് ഹോമോജീനസ് ടിഷ്യൂ നോൺ എസ് ന്യൂസെല്ലസ്. ഇനി ഈ ഒവ്യൂളിൻ്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു മാസ് ടിഷ്യൂ മാസാണ് ന്യൂസെല്ലസ്. സെൽസ് ഓഫ് ദ ന്യൂസെല്ലസ് ഹാവ് അബണ്ടൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഈ ന്യൂസെല്ലസിൽ ഒരുപാട് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതാണ് എന്തിനെ നറിഷ് ചെയ്യുന്നത്, ഇനി വളർന്നു വരുന്ന എംബ്രിയോ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ന്യൂസെല്ലസ് ഹെൽപ്പ് ചെയ്യുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ പറഞ്ഞപ്പോൾ ടപ്പീറ്റമായിരുന്നു അവിടെ ഒരു ന്യൂട്രിറ്റീവ് ലെവറായിട്ട് ആക്ട് ചെയ്തിരുന്നത്, പക്ഷേ ഇവിടെ ഇത് ന്യൂസെല്ലസ് ആണ്. ദി സെൻറ്റർ ഓഫ് ദി ന്യൂസെല്ലസ് ഹാസ് എൻ എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. ഈ ന്യൂസെല്ലസിൻ്റെ സെൻറ്ററിലായിട്ടാണ് എന്ത് ഒക്കർ ചെയ്യുന്നത്, എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. നമ്മുടെ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എംബ്രിയോ സാക്ക് ആണ്. ദി എംബ്രിയോ സാക്ക് ഹാസ് എൻ എഗ് അപ്പാരറ്റസ് at the micropylar end and 3 antipodal at the chalassal end and a central cell in the center. ഇനി ഈ എംബ്രിയോ സാക്കിൽ എന്തൊക്കെയുണ്ട്, ഒരു എഗ് അപ്പാരറ്റസ് ഉണ്ട്. എഗ് അപ്പാരറ്റസ് മൈക്രോപൈലാർ എൻഡിലാണ്. 3 ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, അത് ചലാസൽ എൻഡിൽ. പിന്നെ ഏറ്റവും സെൻറ്ററിൽ ഒരു സെൻട്രൽ സെല്ലും ഉണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇതാണ് ആദ്യം പറഞ്ഞ ആ ഫ്യൂണിക്കിൾ സ്റ്റോക്ക്. ഇവിടെ ഒരു പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഈ ഫ്യൂണിക്കിൾ സ്റ്റോക്ക് വഴിയാണ്. ഇനി ഈ സ്റ്റോക്കിൻ്റെ ഈ കാണുന്ന 2 ഇൻറ്റഗുമെൻറ്റ്സ് ആണ് ഔട്ടർ ഇൻറ്റഗുമെൻറ്റ് ആൻഡ് ആൻ ഇന്നർ ഇൻറ്റഗുമെൻറ്റ്. ഈ 2 ഇൻറ്റഗുമെൻറ്റും ലീവ് ചെയ്യുന്ന ഒരു പോർഷൻ, അതായത് അത് ഫ്യൂസ് ചെയ്യാതെ കാണപ്പെടുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത്. അതിനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ 2 ഇൻറ്റഗുമെൻറ്റ് ഫ്യൂസ് ചെയ്യുന്ന ഒരു പോർഷനുണ്ട്, ഇതാണ് ചലാസൽ. ഇത് ചലാസൽ എൻഡും ഇത് മൈക്രോപൈലാർ എൻഡുമാണ്. മൈക്രോപൈൽ ആൻഡ് ചലാസ. ദെൻ ഇനി ഇതിനകത്ത് കാണുന്ന ഈ ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റഗുമെലിന് അകത്ത് കാണുന്ന ഈ പോർഷനാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്ന ഇതിൽ ഈ പിക്ചറിൽ ഇപ്പോൾ ഒരു ഗ്രീൻ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെയാണ് എഗ് എന്ന് പറയുന്നത്, എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഈ എംബ്രിയോ സാക്കിനകത്താണ് എഗ്ഗ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എംബ്രിയോ സാക്കിനകത്ത് ഇവിടെ പഠിച്ചതുപോലെ ഒരു എഗ് അപ്പാരറ്റസ് ഉണ്ട്, പിന്നെ 3 ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സെൻട്രൽ സെല്ലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പഠിച്ച എല്ലാ ഭാഗങ്ങളും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രക്ചേഴ്സും, ഫ്യൂണിക്കിൾ, ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്, ഇന്നർ ഇൻറ്റഗുമെൻറ്റ്, ദെൻ ഇത് ലീവ് ചെയ്യുന്ന ഒരു പോർഷനാണ് മൈക്രോപൈലാർ, ഇത് ഫ്യൂസ് ചെയ്തേക്കുന്ന പോർഷൻ ചലാസ, ദെൻ അതിനകത്ത് ന്യൂസെല്ലസിനകത്തൊരു എംബ്രിയോ സാക്കിനകത്ത് എഗ് അപ്പാരറ്റസ്, ആൻറ്റിപോഡൽസ് ആൻഡ് എ സെൻട്രൽ സെൽ. ഓക്കെ. ദെൻ മെഗാസ്പോറോജെനസിസ്. The process of formation of megaspores from the megaspore mother cell is called megasporogenesis. Megasporogenesis എന്ന് വെച്ചാൽ
മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. വൺ സെൽ ഓഫ് ദ ന്യൂ സെല്ലസ് ടുവേർഡ്സ് ദ മൈക്രോപൈലാർ എൻഡ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു മെഗാസ്പോർ മദർ സെൽ. ഇവിടെ മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത് ന്യൂ സെല്ലസിലുള്ള ഒരു സെല്ലാണ്. ടുവേർഡ്സ് ദ മൈക്രോപൈലാർ എൻഡിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ന്യൂ സെല്ലസിലുള്ള ഒരു സെല്ലാണ് ഇവിടെ ആദ്യമായി മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഫോം ചെയ്യുന്നത്. It is a large cell containing dense cytoplasm and a prominent nucleus. ഇതൊരു ലാർജ് സെല്ലാണ്, അതിനകത്ത് സൈറ്റോപ്ലാസവും ഒരു പ്രോമിനൻറ്റ് ന്യൂക്ലിയസും പ്രസൻ്റ് ആണ്. Then the MMC undergoes. MMC means megaspore mother cell. The MMC undergoes meiotic division to form 4 megaspores. ഈ മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യും? ആദ്യം ഇത് ലാർജ് സെല്ലാണെന്ന് പറഞ്ഞു. ഈ ലാർജ് സെൽ മിയോട്ടിക് ഡിവിഷന് പോയി 4 മെഗാസ്പോർസ് ആയിട്ട് ഫോം ചെയ്യും. അതായത് അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 സെല്ലാവും. അതിനെ നമ്മൾ മെഗാസ്പോർസ് എന്നാണ് പറയുന്നത്. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ചെറിയ സെൽസിന് നമ്മൾ മെഗാസ്പോർസ് എന്ന് പറയും. അപ്പോൾ 4 മെഗാസ്പോർസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഔട്ട് ഓഫ് 4, 1 ഈസ് ഫങ്ഷണൽ ആൻഡ് അതർ 3 ആർ ഡീജനറേറ്റ്. ഈ ഉണ്ടാകുന്ന 4 മെഗാസ്പോർസിൽ നിന്ന് ഒരെണ്ണം മാത്രമേ ഫങ്ഷണൽ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കി 3 എണ്ണവും ഡീജനറേറ്റ് ചെയ്തു പോകും. അതായത് ബാക്കി 3 എണ്ണവും നശിച്ചു പോവും. ബാലൻസ് ഉള്ള ഈ ഒരു സെല്ല് മാത്രമേ ഫങ്ഷണലായിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ അത് ക്ലിയർ ആണ്. ആദ്യം ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടായിരുന്നു. ഈ മദർ സെൽ മിയോസിസ് 1 വിധേയമായി 2 എണ്ണമായി. എന്നിട്ട് ഇത് മിയോസിസ് 2 വിധേയമായി ആദ്യത്തെ ഒരു സെല്ല് 2ആയി, വീണ്ടും രണ്ടാമത്തെ ഒരു സെല്ലും 2ആയിട്ട്, അങ്ങനെ 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. 4 സെൽസ് ഇവിടെ ഫോം ചെയ്തു. ഇതാണ് 4 മെഗാസ്പോർസ്. ഈ 4 മെഗാസ്പോർസിൽ ഈ താഴത്തെ ഏറ്റവും ലാസ്റ്റത്തെ പിക്ചർ നോക്കുക. ഇതിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തു. ഈ ബ്ലാക്ക് പോർഷനായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഡീജനറേറ്റ് ചെയ്തത്. ഈ ഡീജനറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു സെല്ലാണ് ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫങ്ഷണൽ മെഗാസ്പോർ ആൻഡ് അതർ 3 മെഗാസ്പോർസ് ആർ ഡീജനറേറ്റ്. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെൽ ദാറ്റ് ഇസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് വഴി 2 സെല്ലായി, വീണ്ടും മിയോസിസ് 2 വഴിയിട്ട് അത് 4 സെല്ലായി. Then out of the 4 megaspores, 1 is functional and the 3 are degenerate. Then female gametophyte. The functional megaspore develops into the female gametophyte, that is embryo sac. ഈ ഫങ്ഷണൽ നമുക്കപ്പോൾ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഫങ്ഷണൽ മെഗാസ്പോർസ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് മീൻസ് എംബ്രിയോ സാക്. The method of embryo sac formation from a single megaspore is termed monosporic development. ഇങ്ങനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ഫോം ചെയ്യുന്ന ഗാമറ്റോഫൈറ്റ് ആയത് കാരണം ഇതിനെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. മോണോസ്പോറിക്, ഒരു സ്പോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു, മോണോസ്പോറിക്. ദി ന്യൂക്ലിയസ് ഓഫ് ദ ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ടു ഫോം 2 ന്യൂക്ലിയൈ വിച്ച് മൂവ്സ് ടു ദ ഓപ്പോസിറ്റ് പോൾസ് ഫോമിംഗ് ദ 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്. ഇതിലാദ്യം ഈ ഫങ്ഷണൽസ് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആകുന്നതെന്നാണ് ഇനിയുള്ള പ്രോസസ്സുകൾ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് അത് ഓപ്പോസിറ്റ് പോൾസിൽ പോകുന്നു. സോ അതൊരു 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്കായിട്ട് മാറും. ഒരു സെല്ലുണ്ട് മെഗാസ്പോറിൻ്റെ, ഈ ഒരു സെല്ല് തന്നെ അതിനകത്തുള്ള ഒരു ന്യൂക്ലിയസ് 2ആയിട്ട് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് ആ 2 ന്യൂക്ലിയസും ആ സെല്ലിൻ്റെ തന്നെ 2 അറ്റത്തേക്ക് പോകുന്നു, 2 ഓപ്പോസിറ്റ് പോളിലേക്ക് പോകുന്നു. അപ്പോൾ അതൊരു 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് സ്ട്രക്ചറാണ്. ഇനി ഈ 2 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്കിൽ തന്നെ വീണ്ടും ഈ ന്യൂക്ലിയസ് മൈറ്റോസിസിന് വിധേയമായി എത്രയാകുന്നു? 4 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചറും പിന്നെ ഒരു മൈറ്റോസിസിനും കൂടെ വിധേയമായി 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചറും ആവുന്നു. അങ്ങനെ 2 ന്യൂക്ലിയേറ്റഡ് ആയിരുന്നത് ത്രൂ മൈറ്റോസിസ് ഫസ്റ്റ് 4 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ആകുന്നു. ദെൻ മൈറ്റോസിസ് സെക്കൻഡിന് വിധേയമായി 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ആകുന്നു. ഇപ്പോൾ ഇത് ഒരു എംബ്രിയോ സാക്ക് വിത്ത് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചറാണ്.
6 of the 8 nuclei are surrounded by cell walls and organized into cells. ഇപ്പോൾ 8 ന്യൂക്ലിയേറ്റഡ് ആയിരിക്കുന്ന ഈ സ്ട്രക്ചറിൽ 6 ന്യൂക്ലിയൈ എന്ത് ചെയ്യുന്നു? 6 ന്യൂക്ലിയസിന് ചുറ്റും ഒരു സെൽ വാൾ ഫോം ചെയ്യുന്നു. ഈ 6 ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾസ് ഫോം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാവും? സെപ്പറേറ്റഡായി ഓരോ പുതിയ സെൽസ് ആയിട്ട് മാറുന്നു. ഈ എംബ്രയോ സാക്കിനകത്ത് തന്നെ പുതിയ സെൽസ് 6 സെൽസ് അവിടെ ഫോം ചെയ്തു. ഈ 6 സെൽസും the 3 cells are grouped together at the micropylar end and constitute the egg apparatus. നേരത്തെ ആ ഒവ്യൂളിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചില്ലേ? ആ സ്ട്രക്ചറിൽ കണ്ടതുപോലെ തന്നെ മൈക്രോപൈലാർ എൻഡിലോട്ട് പോയ, നേരത്തെ പറഞ്ഞിരുന്ന ഓപ്പോസിറ്റ് പോൾസിലോട്ടാണ് ഈ ന്യൂക്ലിയെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു മൈക്രോപൈലാർ എൻഡ് ആ പോളിലോട്ട് പോയ 3 സെൽസ് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് എഗ് അപ്പാരറ്റസ് ആയി. അടുത്തിനി ചലാസൽ എൻഡിലോട്ട് വന്ന 3 സെൽസ് ഒരുമിച്ച് ചേർന്ന് എന്തായി? ആൻറ്റിബോഡൽസുമായി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സിനർജിഡ്സ് ആൻഡ് 1 എഗ് സെൽ. ഇനി ഈ എഗ് അപ്പാരറ്റസിൻ്റെ കാര്യമാണ് പറയുന്നത്. എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയുണ്ട്? ഒരു സെൻട്രൽ എഗ് സെല്ലും പിന്നെ 2 വശത്തായിട്ട് 2 സിനർജിഡ്സും പ്രസൻ്റ് ആണ്. ദി സിനർജിഡ്സ് ഹാവ് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് അറ്റ് ദ മൈക്രോപൈലാർ ടിപ്പ് കോൾഡ് ഫിലിഫോം അപ്പാരറ്റസ്. ഈ സിനർജിഡ്സിൽ എന്തുണ്ട്? ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് ഉണ്ട്. ഈ മൈക്രോപൈലാർ എൻഡിലാണ് ഇത് 3 പ്രസൻ്റ് ആയിട്ടുള്ളത്, സിനർജിഡ്സ് ആൻഡ് എഗ്. ഈ സിനർജിഡ്സിനെയും 2 സിനർജിഡ്സിനെയും ഒരു എഗ്ഗിനെയും ചേർത്താണ് ഒരുമിച്ച് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ സിനർജിഡ്സിന് തന്നെ ഒരു സെല്ലുലാർ തിക്കനിങ് പ്രസൻ്റ് ആണ് മൈക്രോപൈലാർ ടിപ്പിന് അടുത്തായിട്ട്. ഇതിനെ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നു. which plays an important role in guiding the pollen tubes into the synergids. പോളൻ ട്യൂബ്സ് സിനർജിഡ്സിൻ്റെ അടുത്തെത്തിക്കാനായിട്ട് ഫിലിഫോം അപ്പാരറ്റസ് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 സെൽസ് അറ്റ് ദ ചലാസൽ എൻഡ് ആർ കോൾഡ് ആൻറ്റിപോഡൽസ്. ചലാസൽ എൻഡിലോട്ട് പോയ 3 സെൽസ് എന്ത് ചെയ്തു? ആൻറ്റിപോഡൽസ് ആയിട്ട് ഫോം ചെയ്തു. ദ ലാർജ് സെൻട്രൽ സെൽ ഹാസ് 2 പോളാർ ന്യൂക്ലിയൈ. അപ്പോൾ ആദ്യം അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2 ന്യൂക്ലിയൈ ആയിരുന്നത് 4 ന്യൂക്ലിയൈ ആയി, പിന്നെ 8 ന്യൂക്ലിയൈ ആയി. അതിലെ 8 ന്യൂക്ലിയയിൽ 6 ന്യൂക്ലിയയുടെ ചുറ്റും സെൽ വാൾ ഫോം ചെയ്ത് അത് 2 പോളിലോട്ടും പോയി. ഒരിടത്ത് 3 സെല്ല് കൊണ്ട് എഗ് അപ്പാരറ്റസും അടുത്ത ചലാസൽ എൻഡിൽ 3 സെല്ല് വെച്ചിട്ട് ആൻറ്റിപോഡൽ സെൽസും ഫോം ചെയ്തു. ഇനി ബാക്കിയുള്ളത് 2 ന്യൂക്ലിയൈ ആണ്. 8ൽ 6 എണ്ണം എഗ് അപ്പാരറ്റസ് ആൻറ്റിപോഡൽസ് ആയിക്കഴിഞ്ഞാൽ ബാക്കി 2 ന്യൂക്ലിയൈ ഉണ്ട്. ഈ 2 ന്യൂക്ലിയയും ചേർന്നിട്ട് ഒറ്റ സെല്ലായിട്ട് ഫോം ചെയ്യും. ഏറ്റവും സെൻറ്ററിലായിട്ട് എംബ്രയോ സാക്കിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് 2 ന്യൂക്ലിയൈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് 2 പോളാർ ന്യൂക്ലിയൈ എന്ന് പറയും. പോളാർ ന്യൂക്ലിയൈ. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് അറ്റ് മെച്യൂരിറ്റി ഈസ് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്കിനെ പറയുന്ന അതിൻ്റെ കണ്ടീഷൻ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് സ്ട്രക്ചർ ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കുക. 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് സ്ട്രക്ചറാണ് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതാണ് ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു ന്യൂക്ലിയൈ ഈ എംബ്രിയോ സാക്കിനകത്തുള്ള ഒരു മെഗാസ്പോർ മദർ സെല്ലുണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ലിനകത്തുള്ള ഒരു ന്യൂക്ലിയൈ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും അത് മൈറ്റോസിസിന് വിധേയമായി മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ ഈ ന്യൂക്ലിയയും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ സെക്കൻഡ് ന്യൂക്ലിയയും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും ഇത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി എങ്ങനെ ഈ 2 എണ്ണവും 4 ന്യൂക്ലിയൈ ആയി, ഈ 2 ന്യൂക്ലിയസും 4 ന്യൂക്ലിയൈ ആയി. അങ്ങനെ ഇവിടെ ഒരു 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 8 ന്യൂക്ലിയയിൽ 3 ന്യൂക്ലിയൈ ഒരുമിച്ച് ചേർന്ന് സിനർജിഡ്സ് ആൻഡ് എഗ് അപ്പാരറ്റസ് ആയി. പിന്നെ ഇവിടെയുള്ള 3 ന്യൂക്ലിയൈ ചേർന്ന് ആൻറ്റിപോഡൽ സെൽസ് ആയിട്ട് മാറി. ഇനി ഇവിടെ ഒരു സെൻട്രൽ സെല്ല് പ്രസൻ്റ് ആണ്. ഈ സെൻട്രൽ സെല്ല് ബാക്കിയുള്ള 2 പോളാർ ന്യൂക്ലിയൈ ഒരുമിച്ച് ചേർന്ന് ഒരു സെൻട്രൽ സെല്ലായിട്ട് ഫോം ചെയ്തു. ഇതാണ് ഒരു എംബ്രിയോ സ്റ്റാക്കിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. മൈക്രോപൈലാർ എൻഡിൽ ഏറ്റവും താഴെയായിട്ട് മൈക്രോപൈലാർ എൻഡിൽ എന്തുണ്ട്? ഒരു എഗ്, പിന്നെ 2 സിനർജിഡ്സ്.
ഈ സിനർജിഡ്സിൻ്റെ ഈ താഴെ കാണുന്ന പോർഷനാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫിലിഫോം അപ്പാരറ്റസ്. സോ ഇതാണ് മൈക്രോപൈലാർ എൻഡിൽ ഇതിനെ ജോയിൻ ചെയ്തേക്കുന്നത്. ഫിലിഫോം അപ്പാരറ്റസ്, 2 സിനർജിഡ്സ് ഉണ്ട്, ഒരു എഗ് ഉണ്ട്. പിന്നെ ഇവിടെ നേരെ ചലാസൽ എൻഡിൽ വന്നപ്പോൾ 3 ആൻറ്റിപോഡൽ സെൽസ് പ്രസൻ്റ് ആണ്. പിന്നെ ഏറ്റവും സെൻറ്ററായിട്ട് പോളാർ ന്യൂക്ലിയയും സെൻട്രൽ സെൽ. ഈ സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയ ഉണ്ട്, അതുകൊണ്ട് ഇതിനെ പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നു. സോ ഇതാണ് ഒരു എംബ്രിയോ സാക്കിൻ്റെ, ഒരു ടിപ്പിക്കൽ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. എല്ലാവർക്കും ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.